മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളിലേക്കാണ്. കുന്നംകുളം പോലീസിന്റെ ക്രൂരമായ ലോക്കമർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റായ സുജിത്ത് VS-നെ അകാരണമായി പോലീസ് മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കഴിഞ്ഞ കുറച്ച് ആളുകൾക്ക് മുമ്പാണല്ലോ ഈ അല്ലേ ഇദ്ദേഹത്തിന് നീതി കിട്ടിയത്. കോടതിയിലൊക്കെ അദ്ദേഹം പോയതായിരുന്നു. ഇത് പക്ഷെ ആ ശബ്ദം നമുക്ക് ക്ലിയർ അല്ല എങ്കിൽ പോലും ഒരു സഭ്യം പറഞ്ഞ് ചോദ്യം ചെയ്തതിന് ഇങ്ങനെ പോലീസ് കൂട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിക്കുന്ന ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം. എന്തായാലും അദ്ദേഹം തളരാതെ അതിനെതിരെ പോരാടിയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നത്. പറയൂ ലിഷു. അതെ ദിവിഷ, അതിക്രൂരമായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടത്. അതായത് നമുക്കറിയാം, പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം രാത്രിയൊക്കെ തന്നെ പല സ്ഥലങ്ങളിലൂടെയും അതുപോലെ തന്നെ മറ്റ് പകൽ സമയങ്ങളിലായാലും ചിലയിടങ്ങളിൽ ആളുകളൊക്കെ തന്നെ കൂട്ടം കൂടി നിൽക്കുന്ന സമയത്ത് അതിനെ ചോദ്യം ചെയ്യും. പക്ഷേ അത് യാതൊരു കുറ്റവും ചെയ്യാത്തവരാകുമ്പോൾ ആ ഒരു സമയത്ത് ഈ മർദ്ദനമേറ്റ ഈ ദൃശ്യങ്ങളിൽ മർദ്ദനമേറ്റ ഈ സുജിത്തിൻ്റെ സുഹൃത്തുക്കളെയാണ് ഇത്തരത്തിൽ ഈ ആദ്യം പോലീസുകാർ കുന്നംകുളം പോലീസുകാർ അവിടെ ചോദ്യം ചെയ്തത് വഴിയരികിൽ നിന്നുകൊണ്ട്. അതിനെ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ച്, അതായത് പോലീസുകാരുടെ പെരുമാറ്റം വളരെ മോശമായ രീതിയിൽ അസഭ്യം പറയുന്ന രീതിയിലേക്ക് എത്തിയപ്പോഴാണ് അതിൽ ഈ സുജിത്ത് ഇടപെട്ടത്. അങ്ങനെ സുജിത്ത് ഇടപെട്ട സമയത്ത് നേരെ സുജിത്തിനെ എന്നാൽ പിന്നെ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സുജിത്തിനെ രാത്രി ഈ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ട് വരികയും പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് എത്തിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷൻ്റെ ആദ്യം ഒരു മുറിയിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു. അതിനുശേഷം ഇടിമുറിയിലേക്ക് കൊണ്ടുപോയി ആ ഇടിമുറിയിലിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ആ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ഭീകരമായാണ് ഇങ്ങനെ മർദ്ദിക്കുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെയാണ്. അതായത് ഈ പോലീസുകാർ അസഭ്യം പറഞ്ഞപ്പോൾ അതിനെ ചോദ്യം ചെയ്ത ഒരു പൊതുപ്രവർത്തകനെയാണ് ഇത്തരത്തിൽ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഈ ഒരു വിഷയത്തിൽ സുജിത്ത് തളർന്നില്ല. അതായത് ഈ ഒരു വിഷയമൊക്കെ കഴിഞ്ഞ് അന്ന് ഈ മർദ്ദനത്തിന് ശേഷം പോലീസുകാർ മദ്യപിച്ച് പോലീസുകാരോട് തട്ടിക്കയറി പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി, ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി FIR ഇട്ടു. ആ FIR ഇട്ട് നേരെ കോടതിയിൽ ഹാജരാക്കി. എന്നാൽ അതിനു മുമ്പായി നടത്തിയ വൈദ്യപരിശോധനയിൽ ഈ സുജിത്ത് മദ്യപിച്ചിരുന്നില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തു. അതോടുകൂടിയാണ് പോലീസിന്റെ ഈ ഒരു കള്ളം പൊളിഞ്ഞത്. മജിസ്ട്രേറ്റിന്റെ അവിടെ നിന്നും ജാമ്യം ലഭിക്കുകയും ചെയ്തു. പോലീസുകാരുടെ പ്രവൃത്തി എന്നതാണ് ഈ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി. ആ ശബ്ദം നമുക്ക് വ്യക്തമല്ല എങ്കിൽ പോലും കൈമുട്ടുകൊണ്ടൊക്കെ ഇടിക്കുകയാണ്, അതിക്രൂരമായി മർദ്ദിക്കുകയാണ് ഒരു മനുഷ്യൻ.
ഇത് ഏതൊക്കെയായിരുന്നു ഈ ഉദ്യോഗസ്ഥർ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതേപോലെ ഒരു പൊതുപ്രവർത്തകനായിട്ട് പോലും ഇതുപോലെ മർദ്ദനമേൽക്കുന്നു. ഒരുപക്ഷെ ആ CCTV പ്രവർത്തിച്ചത് അയാളുടെ ഭാഗ്യം, അതിൻ്റെ ഹാർഡ് ഡിസ്ക് അടിച്ചു പോകാത്ത അയാളുടെ ഭാഗ്യം. ഇത് പോലീസ് വേണമെങ്കിൽ ഇതൊക്കെ എന്തോ ഭാഗ്യത്തിനാണ് അതൊക്കെ അതേപടി അവിടെ നിലനിന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ പുറംലോകം അറിയുമായിരുന്നില്ല. ഈ ആരൊക്കെയായിരുന്നു യഥാർത്ഥത്തിൽ ഇതിൽ കുറ്റവാളികളായി പോലീസുകാർ? അവർക്കെതിരെ എന്ത് നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്? വിവരങ്ങൾ. പോലീസിന്റെ ഭാഗത്തുനിന്നും ഈ ഒരു പരാതിയൊക്കെ നൽകിയ സമയത്ത് യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഇവർ ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടിയിൽ തന്നെ തുടരുകയും ചെയ്തു. ഈ ഉദ്യോഗസ്ഥരുടെ കാര്യം പറയുകയാണെങ്കിൽ 4 പോലീസ് ഉദ്യോഗസ്ഥരാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന 4 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതിൽ ഉൾപ്പെട്ടിരുന്നത്. 2023 നടന്ന സംഭവമാണിത്. അന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്തത്. ഈ ഒരു വിവാദമൊക്കെ തന്നെ, ഈ ഒരു പരാതിയൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ SI ആയിരുന്ന നൂഹ്മാൻ, അതുപോലെ തന്നെ CPOമാരായിരുന്ന ശശിധരൻ, സന്ദീപ്, സജീവൻ എന്നിങ്ങനെയുള്ള പോലീസുകാരാണ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്നത്. പിന്നീട് ഈ സുജിത്ത് കോടതിയിൽ തനിക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ മർദ്ദിച്ചു എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിൻ്റെ എല്ലാം തന്നെ തെളിവുകൾ സഹിതമാണ് പിന്നീട് കോടതിയിൽ പോയത്. അങ്ങനെ കോടതി നേരിട്ട് കേസെടുക്കുകയാണ് ചെയ്തത്. അതായത് പോലീസല്ല, കോടതി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കേസ് അന്വേഷണം നടത്തുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിട്ടത്. ഇത്തരത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും ആ ഉത്തരവ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ CCTV ദൃശ്യങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടേയില്ല. അതായത് 2023 നടന്ന ഈ സംഭവത്തിൽ പിന്നീട് പലതവണ കോടതി മുഖേനയും വിവരാവകാശ നിയമപ്രകാരവും ഒക്കെ തന്നെ ഈ സുജിത്ത് ഈ CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിയമ പോരാട്ടം നടത്തി. പക്ഷേ അപ്പോഴൊന്നും തന്നെ അതിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള അനുകൂല നിലപാടും ഉണ്ടായില്ല. ഒടുവിൽ പോലീസ് ഗതി കെട്ടപ്പോൾ ഈ നിയമ പോരാട്ടത്തിനൊടുവിൽ ഗതി കെട്ടപ്പോൾ മാത്രമാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്, അത് നൽകിയിരിക്കുന്നത്, സുജിത്തിന് നൽകിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ദൂരമാണ്, കാണാൻ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇതാണ് ആ ഒരു ചെറുപ്പക്കാരൻ നേരിട്ട അനീതി. ഈ ചില ഉത്സവ പറമ്പുകളിലൊക്കെ അടിയുണ്ടാകുമ്പോൾ വഴിയെ പോകുന്നവനൊക്കെ വന്ന് അടിച്ചിട്ട് പോകുന്ന പോലെയാണ് അതിൽ സാധാ ഷർട്ടൊക്കെ ഇട്ട പോലീസുകാരൻ വന്ന് ആ ചെറുപ്പക്കാരനെ അടിക്കുന്നത്. ഇതൊക്കെയാണ് പോലീസ് സ്റ്റേഷനിൽ കാണിച്ചു കൂട്ടിയത്. എന്തായാലും സുജിത്ത് എന്ന ആ ചെറുപ്പക്കാരൻ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് സത്യാവസ്ഥ ഒഴിവാക്കുന്ന ഈ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.